അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബ് മാസമാണ്. ഇന്ന് വ്യാഴാഴ്ച രാവാണ് കടന്നു വരുന്നത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നാം ചൊല്ലിവരുന്ന അതിപ്രധാനപ്പെട്ട ലത്തീഫ് എന്ന ഇസ്മ, അതേപോലെ തന്നെ റജബിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലേണ്ട ഇസ്തിഗ്ഫാറും അതേപോലെ തന്നെ നാരിയത്തു സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. റജബ് മാസമാണ്. ആ ഒരു ബഹുമാനം എല്ലാവരുടെ മനസ്സിലുണ്ടാകണം. റജബ് അള്ളാഹുവിന്റെ മാസമാണ്. നാം ചെയ്യുന്ന ആരാധനകൾക്ക് അള്ളാഹു തആല ഇരട്ടി പ്രതിഫലം തരുന്ന മാസമാണ്. ഒറ്റ നോമ്പിന്റെ തന്നെ ഒരു വർഷം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് മഹത്തായ ഒരു മാസമാണ് റജബ് മാസം. അത് മാത്രമല്ല, തെറ്റുകൾ ചെയ്യുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കണ്ട് റജബിൽ നല്ലത് വർദ്ധിപ്പിക്കുമ്പോൾ അല്ലാഹു തആല പ്രതിഫലം തരുന്നുവോ, അതേപോലെ തന്നെ തെറ്റുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ ശിക്ഷയും നമുക്ക് അതിൽ ഇരട്ടിയായി ലഭിക്കും. അള്ളാഹു തആല നമുക്ക് നമ്മുടെ അവയവങ്ങളെ ഹറാമുകളെ തൊട്ട് പൂർണ്ണമായും കാത്തു സൂക്ഷിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണം. അള്ളാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും കൂടെ ആദ്യം ആ ഇസ്തിഗ്ഫാർ, റജബിൽ ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ കൂടെ ചൊല്ലണം. ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലൽ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മഹത്വം, വലാ തമസ്സുന്നാറു ബിബറക്കത്തി റജബ്, റജബിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നരകം സ്പർശിക്കില്ല, നരകം തൊടുകയില്ല. അത്രയും മഹത്വമാണ് ഈ റജബിൽ ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ. അതുകൊണ്ട് എല്ലാവരും കൂടി 70 തവണ വീതം ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി,
أستغفر الله وأتوب إليه 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 അല്ലാഹുവേ നീ തൗബ സ്വീകരിക്കണമല്ലോ, നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണമല്ലോ. അല്ലാഹുവേ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ കൊണ്ടൊരുപാട് മഹത്വങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ ഇസ്തിഗ്ഫാർ ചൊല്ലിയ കാരണത്താൽ അല്ലാഹ് നമ്മുടെ പാവങ്ങളൊക്കെ നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ ഇസ്സത്തുള്ള അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം നൽകണം റഹ്മാനെ. എല്ലാവരും കൂടെ ഇന്ന് ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ലത്തീഫ് എന്ന നാമം അത്ഭുത നാമമാണ്. പതിവാക്കുന്നവന് ഒരുപാട് അത്ഭുത ഗുണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന അതിമഹത്തായ ഒരു ദിക്റാണ് ലത്തീഫ് എന്ന ഇസ്മ. ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ തഫല്ലാഹു ബിഹി ഫി ഉമൂരി, അവന്റെ കാര്യങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ ദയ ഉണ്ടാകും, അല്ലാഹുവിന്റെ ലോലതയുണ്ടാകും, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. വസീക ലഹു റിസ്ഖുൽ ഹസൻ, നല്ല സമ്പാദ്യം അവന് അല്ലാഹു തആല കൊടുക്കും ഈ ദിക്ർ ചൊല്ലിയ കാരണത്താൽ. അതുകൊണ്ട് ഇതിന്റെ അദദിന്റെ കണക്ക് 129 തവണയാണ്. അതുകൊണ്ട് എല്ലാവരും അവർ അദദിൽ തന്നെ അക്ഷരം തെറ്റാതെ ലത്തീഫ് ത എന്നാവാതെ ത എന്ന് അക്ഷരത്തിൽ തന്നെ എല്ലാവരും ചൊല്ലി കൂടെ ചൊല്ലണം. അതിന്റെ മഹത്വം കരസ്ഥമാക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ലത്തീഫ് യാ അല്ലാഹ് 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 യാ ലത്തീഫ് യാ അല്ലാഹ്
يا لطيف يا الله 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 അല്ലാഹുവേ നിന്റെ ലത്തീഫ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നീ ദയ കാണിക്കണം റഹ്മാനെ. അല്ലാഹുവേ നമുക്ക് നിന്റെ നമ്മുടെ എല്ലാ കാര്യത്തിലും നിന്റെ സഹായം തരണം റഹ്മാനെ. നമുക്ക് ഇസ്സത്തുള്ള ജീവിതം നൽകണം അല്ലാഹ്, അന്തസ്സുള്ള ജീവിതം നൽകണം റഹ്മാനെ. അഭിമാനത്തോടെ ഈമാനോടെ തഖ്വയോടെ ഹറാം കാണാതെ ഹറാം കേൾക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാവരും കൂടെ നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം. 11 തവണ വീതം നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവന് ലഭിക്കുന്ന മഹത്വം അത്ഭുതമാണ്, വല്ലാത്ത അത്ഭുതമാണ്. നാം വിചാരിച്ചതിലപ്പുറം നമ്മുടെ സർവ്വകാര്യങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി തരാൻ നാരിയത്ത് സ്വലാത്ത് 11 തവണ വീതം ദിവസവും ചൊല്ലുക എന്നുള്ളത് അതിന് ഹേതുവാണ്, കാരണമാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ വലിയ ഖലാസോടുകൂടെ മുത്തായ തങ്ങൾ എനിക്കൊന്ന് കാണണം, സ്വപ്നത്തിലും മാത്രമല്ല യഖ്ളത്തിലും ഒന്ന് കാണണം. നമുക്ക് സ്വപ്നത്തിൽ ധാരാളം കണ്ടു നമുക്കൊരു തവണ യഖ്ളത്തിലും കണ്ടു ഈമാനോടെ പുഞ്ചിരിച്ച് മദീനയിൽ ഒന്ന് മരിക്കണം. അതിന് വേണ്ടിയാവണം നമ്മുടെ സ്വലാത്തുകൾ. വെറും ദുനിയാവിന്റെ ലക്ഷ്യം വെച്ച് മാത്രം സ്വലാത്ത് ചൊല്ലിയാൽ പോലെ നമ്മുടെ യഥാർത്ഥ ജീവിതം പരലോകമാണ്. നമുക്ക് ദുനിയാവിലുള്ള ഒരു സ്വർഗം അത് മദീനമാണ്. മദീനത്തുള്ള രാജാവായ മുത്തായ തങ്ങളാണ് നമ്മുടെ എല്ലാം. അവിടത്തെ ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിക്കണം. എല്ലാവരും ഇവിടുന്ന് കാര്യമായി സ്നേഹിക്കണം മുത്തായ തങ്ങൾ. അവിടുത്തെ മുഹബ്ബത്ത് ലഭിക്കാൻ വേണ്ടി നിരന്തരം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ചൊല്ലി പതിവാക്കിയാൽ തങ്ങൾ ഒരു ദിവസം നമ്മുടെ ഉറക്കിൽ വരും ഇൻഷാ അല്ലാഹ്. ഉറക്കിൽ കണ്ടവർക്ക് പിന്നെ ഉണർവിലും കാണാനുള്ള ഭാഗ്യം അല്ലാഹു തആല കൊടുക്കും. അല്ലാഹു തആല അത്തരത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة
وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب
وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്. നാം ചൊല്ലിയ സ്വലാത്ത് ദിക്റുകൾ നീ ഹബീബായ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹ് അവിടുത്തെ മാതാപിതാക്കളുടെ ഹദറത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കല്ല. അവിടുത്തെ മക്കളുടെ ഹദറത്തിലേക്ക് ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കല്ല. അല്ലാഹ് അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ, അവിടുത്തെ അസ്ഹാബുൽ കിറാമിന്റെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ അംബിയാ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ ഉസ്താദന്മാരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്കും ഖാജ മുഈനുദ്ദീൻ ഇസ്തിൽ അജ്മീർ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും അഹ്മദ് റളിയല്ലാഹു അൻഹു ഹദറത്തിലേക്കും ശൈഖുനാ സുയ്യം റളിയല്ലാഹു ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും സർവ്വ ഉസ്താദന്മാർ മഹാന്മാരുടെ ഹദറാത്തുകളിലേക്ക് ഇതിന്റെ തവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ പൊരുത്തവും മദതും അവരുടെ നോട്ടവുമുള്ള ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കല്ല. അല്ലാഹുവേ അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നീ നല്ല ബുദ്ധി നൽകണം അല്ലാഹ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ നീക്കി തരണം റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകള്, വിഷമങ്ങള്, ദുഃഖങ്ങള്, പ്രയാസങ്ങള്, കടങ്ങള്, ദുരിതങ്ങള് എല്ലാത്തിനും പരിഹാരമായി നമ്മുടെ സ്വലാത്ത് ദിക്റുകൾ നീ സ്വീകരിക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين الملك الجبار يا الله. പടച്ച റബ്ബേ, ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ ചെയ്ത പാവപ്പെട്ട നിന്റെ അടിമകളാണ് റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠാനുജൻ, പെങ്ങന്മാർ, നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, കൂടെ സ്വലാത്ത് ചൊല്ലുന്നവർ, ദിക്ർ ചൊല്ലുന്നവർ, നമ്മുടെ ക്ലാസ്സുകൾ നിരന്തരം കേൾക്കുന്നവർ, എല്ലാ മുഅ്മിനാത്തുകളുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകളും പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാ മുഅ്മിനാത്തുകളുടെയും എല്ലാവിധ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയ എല്ലാ പാവങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. ഇനിയുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലായി നമുക്ക് ജീവിക്കാൻ നിന്റെ റഹ്മത്തും നിന്റെ ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ ധാരാളം ലഭിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നന്മകൾ ചെയ്യുമ്പോൾ ഇഖ്ലാസ് നൽകണം അല്ലാഹ്, ഭക്തി നൽകണം അല്ലാഹ്, ഖുശൂഅ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പൊരുത്തമാശിച്ച് ചെയ്യുന്ന ഇബാദത്തുകളാക്കണം റഹ്മാനെ. തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാനും തഖ്വയോടെ ജീവിക്കാൻ, മുത്തായ തങ്ങളെ സ്നേഹിച്ച് ജീവിക്കാൻ അല്ലാഹ് അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ, മദ്ഹുകൾ ചൊല്ലാൻ, അവിടുത്തെ കുറിച്ച് പഠിക്കാനുള്ള തൗഫീഖ് നൽകണം. പഠിച്ചാൽ തീരാത്ത ഒരു വിഷയമാണ് തങ്ങളുടെ വിഷയം. അവിടുത്തെ കുറിച്ച് എത്ര പഠിച്ചാലും തീരാത്തതാണ്. അവിടുത്തെ മദ്ഹുകൾ എത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ്. അല്ലാഹ് അവിടുത്തെ നന്നായി നമുക്ക് പഠിക്കാനും അറിയാനും, അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ സ്വഭാവങ്ങൾ ഒരല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത കാഴ്ചകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തരല്ലേ അല്ലാഹ്.
നാം ഹറാമുകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് കണ്ട് മുത്തായ തങ്ങൾ വേദനിക്കുമെന്നാണ് നാം പഠിച്ച കിതാബുകൾ കാണുന്നത്. അല്ലാഹുവേ, മുത്തായ തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ഖബറിൽ ഹയാത്തുള്ളവനാണ്. ഹയാത്തി ഖൈറുൽ ലക്കും മമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതം എങ്ങനെയാണോ ഖൈറായത്, അതുപോലെ തന്നെ എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. ഈ ലോകത്ത് നിന്ന് വേറെ ലോകത്തേക്ക് മുത്തായ തങ്ങൾ പോയതേയുള്ളൂ. അള്ളാഹു അവിടെ നിന്നും ഖബറിൽ ഹയാത്തുള്ളവരാണ്, അവിടെ നിന്ന് നോക്കുന്നവരാണ്. നാം നല്ലത് ചെയ്യുമ്പോൾ, അവിടുത്തെ സുന്നത്തുകൾ ചെയ്യുമ്പോൾ, സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ, ദീനിനെ ഖുത്ബ എടുക്കുമ്പോൾ, ഇൽമ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുന്ന് സന്തോഷിക്കുന്നു. അവിടുത്തെ സന്തോഷം അവിടുത്തെ സന്തോഷിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മെ കണ്ട് വേദനിക്കുന്ന അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഒറ്റ ഹറാം ചെയ്യാനോ നോക്കാനോ ഉള്ള ഒരു അവസ്ഥ ദുരവസ്ഥ ഞങ്ങൾക്ക് എത്തിക്കല്ലേ അല്ലാഹുവേ, ഈമാനോടെ ജീവിക്കാനും തഖ്വയോടെ ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകണമല്ലാ. നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ, ഇഖ്ലാസ് നൽകണമല്ലോ, ഭക്തി നൽകണമല്ലോ. ആരോടും വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗൈബത്ത് നമീമത്ത് പറയാതെ നല്ല ഒരു ജീവിതം നൽകണമല്ലോ. തഖ്വയിലായുള്ളൊരു ജീവിതം നൽകണമല്ലോ. ഈമാനോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നല്ലൊരു ജീവിതം നൽകണം റഹ്മാനെ. സലീമായ ഖൽബ് നൽകണമല്ല, സൽസ്വഭാവം നൽകണമല്ല. എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നീ വിധിക്കല്ലേ അല്ലാഹുവേ, ഈമാനോടെ ജീവിച്ച് ഈമാനോടെ പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. നിന്റെ മഹാന്മുത്തായ തങ്ങളെ കണ്ടു ജീവിച്ച് മരിക്കുമ്പോൾ കണ്ടു മരിച്ചവരാണ്. നമുക്കും ഭാഗ്യം നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ. മുത്തായ തങ്ങളുടെ ലംഘുന്ന വജ്ഹൊന്നു കണ്ട് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവിടുത്തെ പരിശുദ്ധ വജ്ഹൊന്നു കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബേ, എന്തെല്ലാം രോഗങ്ങളാണ് ഓരോ നാളുകൾ മനുഷ്യനെ പിടികൂടുന്നത്. ക്യാൻസർ ആണെന്ന് പറഞ്ഞു ദുആ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് റബ്ബേ. എന്തെല്ലാം രോഗമാണെന്ന് പറഞ്ഞു ദുആ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത എന്തെല്ലാം രോഗങ്ങളാണ് നാം ചെയ്ത തെറ്റ് കാരണം ഞങ്ങളെ നീ പരീക്ഷിക്കപ്പെടുന്നത്. അല്ലാഹുവേ, താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും തരല്ലേ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് സുഖം നൽകണമല്ലോ, ശിഫ നൽകണമല്ലോ, ആജിലായ ശിഫ നൽകണമല്ലോ. പരിപൂർണമായ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പ്രഷർ, ഷുഗർ പോലോത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എല്ലാത്തിനും നീ ഒരു സ്വലാത്ത്, ദിക്ർ നീ ശിഫയാക്കി, ഇതിന്റെ മഹത്വം കൊണ്ട്, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. എല്ലാം നോർമലാക്കി നല്ല ആഫിയത്ത് കൊടുല്ലോ, ആരോഗ്യം കൊടുല്ലോ. അല്ലാഹുവേ, പല വിഷയങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസീത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആഗ്രഹങ്ങള്, ആവശ്യങ്ങള് എല്ലാം നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണം കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടങ്ങൾ തീർക്കാനുള്ള വഴി നീ തുറന്നു കൊടുക്കണം സാമ്പത്തിക ശേഷി നൽകണം ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണം നല്ല ബറക്കത്തുള്ള സന്തോഷമുള്ള ഐശ്വര്യമുള്ള നല്ല ജോലി നൽകണം അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണം സ്വാലിഹീങ്ങളായ സ്വാലിഹത്തന്മാരായ മക്കളെ നൽകണം തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം അവരുടെ എക്സാം എടുത്തു റബ്ബേ നല്ല ഉന്നത വിജയം നൽകണം ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നല്ല മാർക്കോടെ പാസ്സാവാനും
മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള നല്ലൊരു വിജയം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. പഠിക്കാനുള്ള മനസ്സ് നൽകണമല്ല. അല്ലാഹുവേ നല്ല മനസ്സോടെ പഠിച്ചെടുക്കാനുള്ള തൗഫീക്ക് നൽകണമല്ല. 2 വിദ്യകൾ കരസ്ഥമാക്കി ഈമാനോടെ ജീവിച്ച്, ഈമാനോടെ ഇസ്സത്തോടെ ജീവിച്ച്, ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ല. അല്ലാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളെയും നിത്യമാടികളാക്കല്ലേ അല്ല, കള്ളുകുടിയന്മാരാക്കല്ലേ അല്ല, വ്യഭിചാരികളാക്കല്ലേ അല്ല, കളവ് പറയുന്നവരാക്കല്ലേ അല്ല, വഞ്ചിക്കുന്നവരാക്കല്ലേ അല്ല, ഫിത്നയാക്കുന്നവരാക്കല്ലേ അല്ല, ഗീബത്ത് നമീമത്ത് പറയുന്നവരാക്കല്ലേ അല്ല. അല്ലാഹുത്തായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്നവരാക്കല്ലേ അല്ലാ. അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത വേഷവും ധരിക്കുന്നവരാക്കല്ലേ അല്ലാ. അവിടത്തേക്ക് ഇഷ്ടമുള്ള രീതിയിൽ സുന്നത്തുകളെല്ലാം എടുത്തു ജീവിക്കുന്നവരാക്കണം റഹ്മാനെ. അല്ലാഹുവേ വിവാഹപ്രായമെത്തി എത്രയോ യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിരന്തരം ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് അനുയോജ്യകളെ കൊടുത്ത് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നീ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ല. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണമല്ല. അല്ലാഹുവേ സുഖപ്രസവം നൽകണമല്ല. എല്ലാം നീ എളുപ്പമാക്കണം റഹ്മാനെ. എല്ലാം നീ എളുപ്പമാക്കി കൊടുത്ത് റാഹത്തോടെ പ്രസവിച്ച് വീട്ടിലേക്ക് മടങ്ങാനും നീ തൗഫീക്ക് നൽകണമല്ലോ. നീ തൗഫീക്ക് നൽകണമല്ലോ. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമല്ലോ. അല്ലാഹുവേ ദാക്കിരീങ്ങളാക്കണം റഹ്മാനെ, ശാക്കിരീങ്ങളാക്കണം റഹ്മാനെ, ആശിക്കീങ്ങളാക്കണം റഹ്മാനെ. നിരന്തരം സ്വലാത്ത് ചൊല്ലുന്നവരാക്കണം അല്ലാഹ്. 1 സെക്കൻഡ് പോലും വെറുതെ കളയാതെ നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്കും സ്വലാത്ത് ചൊല്ലി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ല. അല്ലാഹുവേ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ല. ഒരു സാഅത്ത് പോലും വെറുതെ കളയാതെ സ്വലാത്തിലും ദിക്റിലായി കൂടാനുള്ള തൗഫീക്ക് നൽകണമല്ല. നമുക്കുള്ള മരണം ഖൈറാകുന്ന വേളയിൽ നമുക്കത് അറിയിച്ചു തന്നു ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും കടബാധ്യതകളെല്ലാം കൊടുത്തു വീട്ടി എല്ലാവരോടും പൊരുത്തം ചോദിച്ച് മദീനയിൽ മടങ്ങാനും മതിമറന്ന് സ്വലാത്തും സലാമും ചൊല്ലി മദീനയിൽ കൂടാനും അല്ലാഹ് അവിടുത്തെ പരിശുദ്ധമായ ഭൂമുഖം കണ്ടു അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിച്ച് മുത്തായ തങ്ങളെ കണ്ടു മരിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലാഹ്. ജന്നത്തുൽ ബഖിയയിൽ പോയി കിടക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലാഹ്. തൗഫീക്ക് നൽകണമല്ലാഹ്. തൗഫീക്ക് നൽകണമല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ ദുആഇനെ നീ സ്വീകരിക്കണമല്ലാഹ്. ദുആഇനെ സ്വീകരിക്കണമല്ലാഹ്. ഒരു അപകടത്തിലോ ഒരു പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളിലോ പ്രയാസപ്പെടുത്തുന്ന കുടുക്കിലോ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അദാബുകളെ തൊട്ട് ഞങ്ങളെ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.